കണ്ണുനീർ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് ഒരു ഭക്തന് ഉറച്ച് പറയുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കരുതലുകൾ അവനോട് കൂടെ ഉണ്ട് എന്നുള്ളത്. 10-ാം സങ്കീർത്തനം അതിൻ്റെ 9-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: സിംഹം മുറ്റുകാട്ടിൽ എന്ന പോലെ അവൻ മറവിടത്തിൽ പതുങ്ങുന്നു. എളിയവനെ പിടിപ്പാൻ അവൻ പതിയിരിക്കുന്നു. എളിയവനെ തൻ്റെ വലയിൽ ചാടിച്ച് പിടിക്കുന്നു. അവൻ കുനിഞ്ഞ് പതുങ്ങിക്കിടക്കുന്നു. അഗതികൾ അവൻ്റെ ബലത്താൽ വീണ് പോകുന്നു. ശത്രു എപ്പോഴും ഇങ്ങനെയാണ്, അലറുന്ന സിംഹം പോലെ ചില സന്ദർഭത്തിൽ മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഇവിടെ സിംഹം മുറ്റുകാട്ടിൽ എന്ന പോലെ അവൻ മറവിടത്തിൽ പതുങ്ങുന്നു. തന്ത്രങ്ങൾ ഏത് രീതിയിലും ഒരു ദൈവ പൈതലിനെതിരായി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവവചനം പറയുന്നു, പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. അവനേത് ഉപായവും സ്വീകരിച്ചുകൊണ്ട് ഓരോ മനുഷ്യ ജീവിതത്തിലേക്കും അവൻ കടന്നു വരാൻ സാധ്യതയുണ്ട്. പല നിലകളിലാണ്. പലപ്പോഴും ആരും ശത്രുവിൻ്റെ നുഴഞ്ഞുകയറ്റം മനസ്സിലാക്കാതെ അവനുമായി ചെങ്ങാത്തം കൂടുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം ശത്രു വളരെ തന്ത്രപരമായിട്ടാണ് ഈ നാളുകളിൽ പ്രത്യേകിച്ച് ദൈവമക്കളെ വശത്താക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി അവൻ അധികകാലമില്ല എന്ന് മനസ്സിലാക്കി ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ ഈ ഭൂമി മുഴുവൻ ഊതാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. അപ്പോഴെങ്ങനെയുള്ളവരാണ് അവന്റെ കസ്റ്റഡിയിൽ വീണു പോകുന്നത്? അഗതികൾ അവന്റെ ബലത്താൽ വീണ് പോകുന്നു. എളിയവനെ തൻ്റെ വലയിൽ ചാടിച്ച് പിടിക്കുന്നു. എളിയവനും അഗതികളും എന്ന് പറയുമ്പോൾ ആത്മീയമായി യാതൊരു രീതിയിലുള്ളതായ പക്വതയും പ്രാപിക്കാത്തവരെ അവൻ വലയിൽ ചാടിച്ച് പിടിക്കുന്നു എന്ന് ഇവിടെ എഴുതുമ്പോൾ, ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ആത്മീയമായി നിലനിന്ന് പോകുന്ന പലരെയുമാണ് ശത്രു വലയിൽ ചാടിച്ച് പിടിക്കുന്നത്. അതിനവൻ ഏത് തന്ത്രവും അവൻ ഉപയോഗിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. പിശാചിന്റെ തന്ത്രങ്ങൾ അവൻ ഏത് രീതിയിലും നമ്മുടെ ആത്മീയ ജീവിതത്തെ, ഭൗതിക ജീവിതത്തെ, നമ്മുടെ തലമുറകളെ, നമ്മുടെ ശുശ്രൂഷയെല്ലാം തകർത്ത് കളയുവാൻ കഴിയുന്ന ഏത് ആയുധവും അവൻ ഉപയോഗിച്ച് അവരെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണെന്നുള്ളതായ കാര്യം നാം മറന്നു പോകരുത്. ഇവിടെ സങ്കീർത്തനക്കാരൻ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്: യഹോവേ, നീ ദൂരത്ത് നിൽക്കുന്നതെന്ത്? കഷ്ടകാലത്ത് നീ മറഞ്ഞു കളയുന്നതുമെന്ത്? ദുഷ്ടന്റെ അഹങ്കാരത്താൽ എളിയവൻ തപിക്കുന്നു എന്നിവിടെ പറയുമ്പോൾ, ദൈവം പോലും നമ്മളെ കാണുന്നില്ല എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ളതായ ആക്രമണമാണ് ശത്രുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഓരോ ദൈവഭക്തന്റെയും ഓരോ ചലനവും അറിയുന്നവനാണ് ദൈവമെങ്കിലും പല സന്ദർഭത്തിലും ശത്രുവിന്റെ ആക്രമണത്തിന് കീഴ്പ്പെട്ടു പോകുന്ന സാഹചര്യം ഓരോ ദൈവവൈതലിന്റെയും ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം അവരുടെ കരങ്ങളിൽ ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് അതിൻ്റെ മേൽ ജയം നേടുവാൻ കഴിയാതെ പോകുന്നത്. അതുകൊണ്ട് ഈ ആത്മീയ ജീവിതം ഒരു വലിയ പോരാട്ടമുള്ള മേഖലയായതുകൊണ്ട് പിശാച് അവന്റെ തന്ത്രങ്ങൾ മുഴുവൻ പ്രയോഗിക്കുകയും എളിയവനെ പിടിക്കുകയും അഗതികൾ അവന്റെ ബലത്താൽ വീണു പോകുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ ചുവടുകളും വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ വയ്ക്കുവാൻ തയ്യാറല്ലെങ്കിൽ തീർച്ചയായും അവന്റെ പിടിയിൽ നമ്മൾ പെട്ടുപോകുവാൻ തക്കവണ്ണം ഇടയായി തീരും. 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഭൂമിയിൽ നിന്നുള്ള മർത്യൻ ഇനി ഭയപ്പെടാതിരിപ്പാൻ നീ അനാഥനും പീഡിതനും
ന്യായപാലനം ചെയ്യേണ്ടതിന് യഹോവേ നീ സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ മുൻപാകെ അപേക്ഷയുമായി ചെല്ലുക. അനാഥനും പീഡിതനും ന്യായപാലനം ചെയ്തു കൊടുക്കുവാൻ ഈ ലോകത്ത് ആരുമില്ല. അവർ പിശാചിന്റെ തന്ത്രങ്ങളിൽ വീണു പോകുമ്പോൾ അവർക്ക് ന്യായമായ വിടുതൽ നൽകി അവരെ അതിൽ നിന്ന് രക്ഷിപ്പാൻ ഈ ലോകത്ത് ആരുമില്ലാതിരിക്കുമ്പോൾ ഈ സാധുക്കളായിട്ടുള്ളവരുടെ അപേക്ഷ നീ കേട്ട് അവരുടെ ജീവിതത്തിൽ വിടുതലയക്കുവാനിടയായി തരണം. അവരുടെ ഹൃദയത്തെ നീ ഉറപ്പിക്കുകയും നിന്റെ ചെവി ചായ്ച്ച് കേൾക്കുകയും ചെയ്യണം. ഈ ദിവസങ്ങളിൽ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന അനേക വ്യക്തി ജീവിതങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, ശുശ്രൂഷ മേഖലകൾ, ഭൗതികമായ നന്മകൾ, അങ്ങനെ ഏതെല്ലാം മേഖലയിൽ ശത്രു ആധിപത്യം പുലർത്തുന്നുണ്ടോ അവിടെയെല്ലാം അവൻ തകർത്തെറിയുവാൻ തക്കോണം ഇടയായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. പലരെയും അവൻ വലയിൽ ചാടിച്ചവൻ പിടിക്കുകയാണ്. അവന്റെ ബലത്താൽ അവർ വീണു പോകുകയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ശ്രദ്ധിക്കുക, ദൈവത്തിൽ ആശ്രയം വയ്ക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. സാധുക്കളുടെ അപേക്ഷ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അവൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അഗതികൾ, എളിയവർ ഈ ദിവസങ്ങളിൽ ശത്രുവിന്റെ ആക്രമണത്താൽ ആത്മീയമായി തകർന്ന്, ഭൗതികമായി തകർന്ന്, എല്ലാം ഉപേക്ഷിക്കപ്പെട്ടവരായി ആമേൻ ഈ ലോകത്ത് ഒരു മുഴം കയറിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ സാധുക്കളായിട്ടുള്ള ഈ പ്രിയപ്പെട്ടവരുടെ അപേക്ഷ കേട്ട് സ്വർഗത്തിലെ ദൈവം അവർക്ക് വേണ്ടതായ ന്യായപാലനം ചെയ്ത് അവരെ സംരക്ഷിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയത്തെ നീ ഉറപ്പിക്കുകയും അവരുടെ പ്രാർത്ഥന നീ ചെവി ചായ്ച്ച് കേൾക്കുകയും ചെയ്യണം. കരങ്ങളിൽ സമർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ ധന്യമേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.